ഇറാനും ഇസ്രയേലും തമ്മിലുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടലുകൾ താൽക്കാലികമായിട്ട് നിർത്തിവെച്ചെങ്കിലും ലെബനിലെ ഹിസ്ബുള്ളക്കെതിരായിട്ടുള്ള സൈനിക നീക്കം ശക്തമായിട്ട് തുടരുമെന്നാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മറ്റ് അന്താരാഷ്ട്ര ശക്തികളുടെയും കടുത്ത സമ്മർദ്ദത്തെ തുടർന്നാണ് ഇസ്രയേലും ഇറാനും താൽക്കാലികമായിട്ടുള്ള വെടിനിർത്തലിന് തയ്യാറായത്. എന്നാൽ ലെബന്റെ കാര്യത്തിൽ ഇസ്രയേൽ ഇപ്പോൾ ഒത്തുതീർപ്പിന് തയ്യാറാകാത്തത് മധ്യസ്ഥ ചർച്ചകൾക്ക് കനത്ത തിരിച്ചടിയാവുകയാണ്. മിഡിൽ ഈസ്റ്റിൽ വീണ്ടും യുദ്ധഭീതി തുടരുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ രൂക്ഷമായിട്ടുള്ള മിസൈൽ വ്യോമാക്രമണങ്ങൾ നടന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് തൽക്കാലം ആക്രമണങ്ങൾ നിർത്തിവെക്കാൻ ഇരുപക്ഷവും സമ്മതിച്ച് രംഗത്തെത്തിയത്. അതേസമയം തന്നെ അമേരിക്കയ്ക്കെതിരെയുള്ള ഇസ്രായേലിന്റെ ചാരവൃത്തി ശക്തമായെന്ന റിപ്പോർട്ടുകളും ആ ഒരു റിപ്പോർട്ടുകളെ തുടർന്ന് പെന്റഗണിന്റെ ഡിഫൻസ് ഇന്റലിജൻസ് ഏജൻസി ഇസ്രായേലിന്റെ ഭീഷണി നിലവാരം ഏറ്റവും ഉയർന്ന ക്രിട്ടിക്കൽ വിഭാഗത്തിലേക്ക് ഉയർത്തിയിട്ടുണ്ട്. ഇറാനുമായിട്ടുള്ള യുദ്ധം 100 ദിവസത്തിലേറെ പിന്നിടുന്ന വേളയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അണിയറ പോര് രൂക്ഷമാണെന്ന വാർത്തകൾ US മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. ട്രംപ് ഭരണകൂടം ചർച്ചകളുടെ യുദ്ധം അവസാനിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഈ ഇറാന്റെ ഭരണകൂടത്തെ അട്ടിമറിക്കാനാണ് ഇസ്രയേൽ താല്പര്യപ്പെടുന്നത്. അമേരിക്കൻ ഭരണകൂടത്തിന്റെ ആഭ്യന്തര തീരുമാനങ്ങളും തന്ത്രങ്ങളും ചോർത്താനാണ് ഇസ്രയേൽ പ്രധാനമായിട്ടും ശ്രമിക്കുന്നത്. ട്രംപിന്റെ പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ്, പെന്റഗൺ പോളിസി ചീഫ് എൽബ്രിഡ്ജ് കോൾബി എന്നിവരടക്കമുള്ള ഉന്നത US ഉദ്യോഗസ്ഥരെ ഇസ്രയേൽ നിരീക്ഷിച്ചതായിട്ട് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട്. ഇസ്രയേലിൽ സന്ദർശനം നടത്തിയ US പ്രതിരോധ ഉദ്യോഗസ്ഥരുടെ ഫോണുകളിൽ അവരുടെ അറിവോടുകൂടാതെ ആശയവിനിമയം ചോർത്താനുള്ള സോഫ്റ്റ്വെയറുകൾ ഇൻസ്റ്റാൾ ചെയ്തതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. സ്വകാര്യ വിമാനങ്ങളും പേഴ്സണൽ ഫോണുകളും ഉപയോഗിക്കുന്നത് ഇസ്രയേലിന് ചോർത്തൽ എളുപ്പമാക്കിയതായിട്ട് ഇന്റലിജൻസ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു. ഈ ഒരു റിപ്പോർട്ടുകൾ പൂർണ്ണമായിട്ടും വ്യാജമാണെന്ന് വാഷിംഗ്ടണിലെ ഇസ്രയേൽ എംബസി പ്രതികരിച്ചിട്ടുണ്ട്. തങ്ങൾ സഖ്യകക്ഷികൾക്കെതിരെ ചാരവൃത്തി നടത്താറില്ല എന്നും ശത്രുക്കൾക്കെതിരെ മാത്രമാണ് ഇന്റലിജൻസ് ഉപയോഗിക്കാറുള്ളൂ എന്നും അവർ അവകാശപ്പെടുകയാണ്. എന്തായാലും വൈറ്റ് ഹൗസ് വക്താക്കൾ ഈ ഒരു വാർത്ത ഔദ്യോഗികമായിട്ട് നിഷേധിച്ചെങ്കിലും പെന്റഗൺ ഇത് സംബന്ധിച്ച് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. എന്നാൽ ഇസ്രയേലിനുള്ള ഭീഷണി നിലവാരം ക്രിട്ടിക്കൽ ആക്കിയതിലൂടെ ഒരു US ഉദ്യോഗസ്ഥർക്ക് കടുത്ത സുരക്ഷാ നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ പെന്റഗൺ നൽകിയിരിക്കുന്നത്. ഇറാനുമായിട്ടുള്ള താൽക്കാലിക വെടിനിർത്തൽ ലെബനന് ബാധകമല്ല എന്നും തങ്ങളുടെ പൗരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഹിസ്ബുള്ളക്കെതിരെ പൂർണ്ണ ശക്തിയോടെ ആക്രമണം തുടരുമെന്നും നെതന്യാഹു പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അമേരിക്കയും മറ്റ് 5 രാജ്യങ്ങളും ചേർന്ന് ചെലുത്തിയ കടുത്ത സമ്മർദ്ദത്തിനൊടുവിലാണ് നെതന്യാഹുവും ഇറാനുമായിട്ടുള്ള വെടിനിർത്തലിന് സമ്മതിച്ചത് എന്ന് ട്രംപ് അവകാശപ്പെട്ടിട്ടുണ്ട്. ഇരുവരും തമ്മിൽ ഫോണിൽ രൂക്ഷമായിട്ടുള്ള വാഗ്വാദം നടന്നതായിട്ടും റിപ്പോർട്ടുകളുണ്ട്. ലെബനാനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രയേൽ നടത്തുന്ന ആക്രമണങ്ങൾ അവസാനിപ്പിച്ചില്ല എങ്കിൽ വെടിനിർത്തൽ കരാർ ലംഘിച്ച് വീണ്ടും ശക്തമായിട്ടുള്ള തിരിച്ചടി നൽകുമെന്നാണ് ഇറാന്റെ മുന്നറിയിപ്പുള്ളത്. അതായത് പശ്ചിമേഷ്യയിൽ വീണ്ടും ആ യുദ്ധഭീതി തുടരുകയാണ്. ഏത് നിമിഷവും അത് സംഭവിക്കാം എന്നുള്ളതാണ്. താൽക്കാലിക വെടിനിർത്തൽ ഉണ്ട് എങ്കിൽ പോലും അത് എത്രത്തോളം അത് മുന്നോട്ട് പോകുമെന്നതും കൂടി നോക്കിക്കാണേണ്ടിയിരിക്കുന്നു. കാരണം ഈ ഒരു യുദ്ധം അല്ലെങ്കിൽ തുടങ്ങിയ സമയം തൊട്ട് പല തവണയായിട്ട് ഇസ്രയേൽ ഈ ലെബനാനിലേക്ക് അല്ലെങ്കിൽ ഹിസ്ബുള്ളക്കെതിരെ ആക്രമണം നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇറാനുമായിട്ടുള്ള ഒരു താൽക്കാലിക കരാർ ഉണ്ട് എങ്കിലും ഹിസ്ബുള്ളയെ ആക്രമിച്ചു കഴിഞ്ഞാൽ വീണ്ടും ആ ഒരു യുദ്ധം തുടങ്ങുമെന്നതിൽ സംശയമില്ല. എന്തായാലും നിലവിൽ ഇപ്പോൾ ഒരു താൽക്കാലിക വെടിനിർത്തലാണ്. ഇസ്രയേൽ പ്രധാനമന്ത്രി ഇസ്രയേൽ കാറ്റ്സ് വ്യക്തമാക്കിയത് വടക്കൻ ഇസ്രയേലിന് നേരെ ഉണ്ടാകുന്ന ഓരോ ഹിസ്ബുള്ള ആക്രമണത്തിനും പകരമായിട്ട് ബറൂട്ടിന്റെ തെക്കൻ മേഖലകളിൽ കനത്ത തിരിച്ചടി നൽകുമെന്നാണ്. അതായത് കഴിഞ്ഞ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തെക്കൻ ലെബനിലെ ടൈർ, നബാത്തിയ എന്നീ നഗരങ്ങളിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണങ്ങളിൽ 14ലധികം ആളുകൾ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തകൾ കൂടി വരുന്നുണ്ട്. കൂടാതെ ടെഹ്റാനിലെ പ്രശസ്തമായിട്ടുള്ള യുനെസ്കോ കേന്ദ്രത്തിന് ആക്രമണത്തിൽ കേടുപാടുകൾ സംഭവിച്ചതായിട്ടുള്ള വാർത്തകളും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ലെബനിലെ ഇസ്രയേൽ ആക്രമണങ്ങൾ വെടിനിർത്തൽ കരാറിന്റെ ലംഘനമായാണ് ഇറാൻ ഇതിനെ കണക്കാക്കുന്നത്. എന്തായാലും തെക്കൻ ലെബനിൽ ഇസ്രയേൽ ആക്രമണം തുടർന്നാൽ ഞങ്ങൾ വെടിനിർത്തൽ പൂർണ്ണമായിട്ടും അവസാനിപ്പിച്ച് ഇസ്രയേലിന് നേരെ ഇതുവരെ കാണാത്ത രീതിയിലുള്ള കടുത്ത പ്രത്യാക്രമണം നടത്തുമെന്നാണ് ഇറാൻ സൈന്യത്തിന്റെ മുന്നറിയിപ്പ് എന്ന് പറയുന്നത്. ഈ ഒരു സംഘർഷങ്ങൾക്കിടയിൽ യമനിലെ ഹൂത്തി വിമതർ ഇസ്രയേലിന് നേരെ ആക്രമണം നടത്തിയിട്ടുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും തമ്മിൽ നടന്ന ഫോൺ സംഭാഷണത്തിന്റെ നിർണായക വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. അതായത് യുദ്ധം താൽക്കാലിക വെടിനിർത്തൽ എത്തിയെങ്കിലും വലിയ രീതിയിലുള്ള നീക്കങ്ങളാണ് അവിടെ നടക്കുന്നത്. അതായത് ട്രംപും നെതന്യാഹുവും തമ്മിൽ ഒരു പോരുണ്ടാകുന്നു. പക്ഷെ അതിനിടയിലേക്ക് ഹിസ്ബുള്ളയ്ക്ക് ആക്രമണം നടത്തുന്നു. ഹിസ്ബുള്ള
ഇസ്രായേൽ ഇനി ആക്രമണം തൊടുത്തുവിട്ട് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാനാണ് നിങ്ങളുടെ ഭാവം എങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ കാണാത്തതിനപ്പുറത്തേക്ക് നിങ്ങളെ ഞങ്ങൾ തീർക്കുമെന്ന് പറഞ്ഞ് ഇറാൻ മുന്നിൽ നിൽക്കുന്നു. അങ്ങനെ ആകെ മൊത്തത്തിൽ പ്രശ്നത്തിലാണ്. അതിനിടയിലാണ് ഈ ഒരു താൽക്കാലിക വെടിനിർത്തൽ കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അത് എത്രത്തോളം ആയിരിക്കും മുന്നോട്ട് പോകുന്നത് എന്ന് നോക്കിക്കാണേണ്ടിയിരിക്കുന്നു. എന്തായാലും ഇറാനെതിരെയുള്ള ആക്രമണങ്ങൾ ഇസ്രായേൽ താൽക്കാലികമായിട്ട് നിർത്തിവെച്ചതിന് പിന്നിൽ ട്രംപിന്റെ ഈ ഒരു കടുത്ത മുന്നറിയിപ്പാണ് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇറാനെതിരെ വീണ്ടും വലിയ തോതിലുള്ള ആക്രമണവുമായിട്ട് മുന്നോട്ട് പോയാൽ നിങ്ങൾ ഉടൻ തന്നെ ഒറ്റപ്പെടുമെന്നാണ് ട്രംപ് നെതന്യാഹുവിനോട് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇറാനുമായിട്ട് ഇസ്രായേൽ വീണ്ടും യുദ്ധത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അമേരിക്കയിൽ നിന്ന് ഇനി സൈനികമോ സാമ്പത്തികവുമായിട്ടുള്ള സഹായം പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന ശക്തമായിട്ടുള്ള സന്ദേശമാണ് ട്രംപ് നൽകുന്നത്. പശ്ചിമേഷ്യയിലെ യുദ്ധം എത്രയും വേഗം അവസാനിപ്പിക്കണമെന്ന നിലപാടിലാണ് ട്രംപ് ഉള്ളത്. സമാധാന കരാറും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന ട്രംപിനെയാണ് കാണാൻ കഴിയുന്നത്. പക്ഷെ അതിലേക്ക് ഒപ്പുവെപ്പിക്കാൻ ട്രംപിന് കഴിയുന്നില്ല. ഇതിന്റെ ഭാഗമായാണ് ഇറാനുമായിട്ടും ഇസ്രായേലുമായും ട്രംപ് ചർച്ചകൾ നടത്തുന്നത്. എന്തായാലും ചുരുക്കത്തിൽ അടുത്തിടെ ഉണ്ടായ മിസൈൽ ആക്രമണങ്ങൾ കടുത്ത യുദ്ധഭീതി ഉയർത്തുന്നെങ്കിലും ഇരു രാജ്യങ്ങളും നിലവിൽ സൈനിക നടപടികൾ നിർത്തിവെച്ചതിനാൽ ഒരു പൂർണ്ണമായിട്ടുള്ള യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങാൻ സാധ്യതയില്ല എന്നാണ് ചില അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പറയുന്നത്. പക്ഷേ അതെങ്ങനെയായിരിക്കും എന്നുള്ളത് നോക്കിക്കാണണം. ഇനി അമേരിക്കയുടെ ശക്തമായിട്ടുള്ള നയതന്ത്ര ഇടപെടലുകൾ തൽക്കാലം സംഘർഷാവസ്ഥ ലഘൂകരിക്കുകയും മേഖലയെ ഒരു സമാധാന കരാറിലേക്ക് നയിക്കുകയും ചെയ്തിട്ടുണ്ട്. വരും ദിവസങ്ങളിലെ ഈ നയതന്ത്ര ചർച്ചകളുടെ വിജയത്തെ ആശ്രയിച്ചായിരിക്കും ഈ ഒരു സമാധാനം എത്രത്തോളം നിലനിൽക്കുമെന്നത് തീരുമാനിക്കപ്പെടുക. എന്തായാലും ഇപ്പോൾ പശ്ചിമേഷ്യ ഒരു യുദ്ധം മുനമ്പിൽ തന്നെയാണ്. അതായത് താൽക്കാലിക വെടിനിർത്തൽ ഉണ്ട് എങ്കിലും ഹിസ്ബുള്ളയെ ഏതെങ്കിലും തരത്തിൽ വീണ്ടും ആക്രമിച്ചു കഴിഞ്ഞാൽ എല്ലാ കരാറുകളും അല്ലെങ്കിൽ ഈ പറയുന്ന വെടിനിർത്തൽ ചർച്ചകളും എല്ലാം പൂർണ്ണമായിട്ടും മാറ്റിക്കൊണ്ട് ഞങ്ങൾ ഇതുവരെ കാണാത്ത രീതിയിൽ വലിയൊരു തിരിച്ചടി നൽകുമെന്നാണ് ഇറാൻ പറയുന്നത്. അതുകൊണ്ട് ഇതൊരു പരീക്ഷണമാണ്. ഒരുപക്ഷെ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിൽ ആക്രമണം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇറാൻ കയറിയടിക്കും. ഇറാന്റെ അത്യുഗ്രൻ മിസൈലുകളും അത്യാധുനിക ബോംബറുകളും എല്ലാം ഈ ഇസ്രായേൽ പതിക്കുമെന്നതിൽ സംശയമില്ല. കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് ഇസ്രായേലിലേക്ക് ഇറാന്റെ ഒരു മിസൈൽ മഴ തന്നെ ഉണ്ടായതായിട്ട്. എന്തായാലും ഇങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്ക് എങ്കിൽ വീണ്ടും ഈ പശ്ചിമേഷ്യ അശാന്തിയാവും. കാരണം അവിടെ ഇപ്പോൾ നിലവിൽ ഈ ഒരു യുദ്ധഭീതി നിലനിൽക്കുന്നുണ്ട്. കാരണം ഭയത്തോടെയാണ് കഴിയുന്നത്. ഏത് നിമിഷവും എന്തും സംഭവിക്കാം എന്ന നിലയിലേക്ക് ഇതിനിടയിലാണ് ട്രംപ് പെട്ടിരിക്കുന്നത്. എന്തായാലും ട്രംപ് സമാധാന കരാറിനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അലയുകയാണ്. പക്ഷെ യാതൊരു തരത്തിലും ട്രംപിന് ആ ഒരു സമാധാനം കൊണ്ടുവരാൻ കഴിയുന്നില്ല എന്നതാണ് മറ്റൊരു കാര്യം. ഈ ഒരു സമാധാന കരാർ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നെതന്യാഹുവുമായിട്ട് ഒരു വലിയ വാക്പോർ ഉണ്ടായിരിക്കുകയാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത് ഞങ്ങളെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നതാണ്. പക്ഷേ അങ്ങനെ പറഞ്ഞിട്ട് പോലും വീണ്ടും ഈ ട്രംപ് പറയുന്ന കാര്യങ്ങൾ കേൾക്കാതെ ഒരുപക്ഷെ നെതന്യാഹുവിന്റെ ഭാഗത്തുനിന്ന് ഒരു ആക്രമണ നീക്കം ഉണ്ടായി കഴിഞ്ഞാൽ വീണ്ടും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഒരു വലിയൊരു ശത്രുത ഉടലെടുക്കുമെന്നതാണ് മറ്റൊരു കാര്യം. എന്തായാലും ഇപ്പോൾ സമാധാന ചർച്ച അകലെയാണ് എങ്കിൽ പോലും വെടിനിർത്തൽ എത്രത്തോളം അത് മുന്നോട്ട് പോകും എന്നതാണ് ഇനി കാണേണ്ടത്. കാരണം യുദ്ധഭീതി ഇപ്പോഴും പശ്ചിമേഷ്യ വിട്ടു പോകുന്നില്ല എന്നതാണ് മറ്റൊരു കാര്യം.